ഇത് ഇങ്ങനെ ഒരു ചർച്ച യഥാർത്ഥത്തിൽ തെറ്റായ ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഈ കായിക ഇനത്തിന് അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ രാജ്യത്തെ കായിക താരങ്ങളുടെ മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ട് ആണ് ഈ സംഘടനകൾ ഒരു സംഘടനയ്ക്ക് അംഗീകാരം കൊടുക്കുന്നത്. ആ സംഘടനയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതും അതിൽ അംഗമാകുന്നതിനുമൊക്കെ കൃത്യമായി കായിക ചട്ടങ്ങളും ആ ചട്ടപ്രകാരം അത് രൂപീകരിക്കപ്പെടുകയും അങ്ങനെ അത് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിലാണ് അതിന് അംഗീകാരം ഉണ്ടാകാൻ കഴിയും. ഇപ്പോൾ പറഞ്ഞാൽ അവരെങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അംഗീകാരം കിട്ടാത്തത്. ഇപ്പോൾ ഒരു അംഗീകാരത്തിന് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ 2014 കേരളത്തിൽ കരാട്ടയ്ക്ക് സ്പോർട്സ് കൗൺസിൽ അംഗീകാരം കിട്ടിയെങ്കിലും തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു കരാട്ടെ സംഘടനയെ അംഗീകരിക്കുന്നത് 2023 9 വർഷത്തിന് ശേഷം. അപ്പോൾ അതിന് മുൻപ് സംഘടനകൾ പ്രോപ്പറായിട്ട് പ്രവർത്തിച്ച് അതിന് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നത് കൊണ്ടായിരിക്കണമല്ലോ അത് ഇവിടെ അംഗീകാരമില്ലാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സർക്കാർ ഉത്തരവ് മേടിക്കണമെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഒരുപാട് രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട്. ആ രേഖകൾ ഹാജരാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ നമ്മുടെ പ്രവർത്തന രീതിയും അത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കരാട്ടെ അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ കുട്ടികൾക്കും അതിൽ പങ്കെടുക്കാം. അതിനുള്ള റൈറ്റ് കൊടുത്തുകൊണ്ടായിരിക്കണം, അതിന് പക്ഷഭേദമില്ലാതെ ആയിരിക്കണം ആ കാര്യത്തിൽ. പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ പാരലൽ സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ അവർ സംഘടനയ്ക്കകത്ത് അഫിലിയേഷൻ എടുക്കണം, അതിന് വലിയൊരു തുക ചെലവാക്കണം, അതിലുള്ളവർക്ക് മാത്രമേ അതിനകത്ത് പങ്കെടുക്കാൻ കഴിയുള്ളൂ. അവരൊരിക്കലും ഒരു നമ്മുടെ ഒരു രാജ്യത്തെ റെപ്രസെൻറ്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അവർ നമ്മളിപ്പോൾ ഈ റോട്ടറി ക്ലബെന്നോ ലയൺസ് ക്ലബെന്നോ ഒക്കെ പറയുന്ന പോലെ ഒരു അവരുടെ സാമ്പത്തികം കൊടുത്ത് അംഗമാകുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളായി ചുരുങ്ങുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാഷണൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് അംഗീകൃതമായാണ് നാഷണൽ നമ്മൾ പറയുന്നത്. നിലവിൽ ഇന്ത്യയിൽ ഗവൺമെൻറ് അംഗീകൃതമായിട്ട് നടക്കുന്ന മത്സരങ്ങളെന്ന് പറയുന്നത് സ്കൂൾ ഗെയിംസും യൂണിവേഴ്സിറ്റി ഗെയിംസും. അല്ലാതെ ഒരു ദേശീയ തലത്തിലൊരു മത്സരം കരാട്ടയുടെ കാര്യത്തിൽ ഗവൺമെൻറ് അംഗീകൃതമായി നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും നടന്നാലിരുന്ന കോടതി റദ്ദ് ചെയ്തത്. തീർച്ചയായിട്ടും ഒരു ജില്ലാ സംസ്ഥാന ദേശീയ മത്സരങ്ങളൊക്കെ നടക്കുന്നതിന് അതിന് കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ആവശ്യപ്പെടും. നമ്മൾ ആ ടെറിട്ടറി റെപ്രസെൻറ്റ് ചെയ്യുന്ന ആയിട്ടൊരു കാര്യം നടത്തണമെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ആവശ്യപ്പെടും. അത് ഇല്ലാതെ വന്നതുകൊണ്ടാണ് അത് സ്പോർട്സ് ആക്ടുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് വൈലേഷനായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് വലിയൊരു അറിവ് കൂടിയാണ് കരാട്ടെ സ്നേഹിക്കുന്ന ആളുകൾ എന്തായാലും ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്നുണ്ട് എന്നാലും കേട്ടത്. എന്തായാലും ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ സംഘടനാ പക്ഷപാതങ്ങളെ എല്ലാവർക്കും മത്സരിക്കാൻ അവസരം കൊടുത്തുകൊണ്ടാണ്. തീർച്ചയായും ഇവിടെ ഈ മത്സരത്തിൽ ഓരോ ജില്ലകളിലും ആ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലബ്ബ് ആ ക്ലബ്ബുകളിൽ നിന്നുള്ള ടീമുകൾക്ക് പുറമെ ആ പ്രത്യേക ടെറിട്ടറി ഇപ്പോൾ ആ ജില്ലയിൽ ഏത് കുട്ടികളാണെങ്കിലും ഇതിനകത്ത് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ വഴി ആ കുട്ടിക്ക് മത്സരത്തിലേക്ക് വരാൻ പറ്റും. ഏത് സംഘടന പ്രവർത്തിച്ചാൽ പോലും ഇപ്പോൾ ഇന്ന് ഈ സ്റ്റേറ്റ്